അമ്മയുടെ അമ്മായിയമ്മയുടെ പാചക രീതിയാണ് ഇന്ന് പരീക്ഷിക്കാൻ പോകുന്നത്. നിന്റെ അപ്പാമ്മ എന്നോട് വാക്കുകൊണ്ട് കളിക്കാൻ നീ വരരുത്. ആദ്യം പറയേണ്ടത് അപ്പയുടെ അമ്മയെന്ന് തന്നെയാണ്. അംഗീകരിച്ചു, ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് അത്. ഉണ്ടാക്കിയിരുന്നത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. ചിക്കൻ എങ്ങനെയുണ്ട്? അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അമ്മച്ചിയുടെ പോലെ ആയിട്ടുണ്ടോ? ഇനി ഇത് കാണുമ്പോ ചിലര് ചോദിക്കും എന്താണ് ഇതിന് നിറമില്ലാത്ത? ചാൻസ് ഉണ്ട്, പറയാൻ പറ്റൂല. വേറെ ഒരു സംസാരത്തിന്റെ ഇടയ്ക്ക് കയറി പിടിച്ചതാട്ടോ. അപ്പൊ നാടൻ ചിക്കൻ ഇത് ശരിക്കും പകുതി പിടിയുടെ കൂടെ വറുത്തരച്ച് വെച്ചിട്ട് ബാക്കി പകുതി ചിക്കൻ ഇരുന്നതാട്ടോ. അപ്പൊ 1/2 kg ഉണ്ടാവും എനിക്ക് തോന്നണം. നാടൻ ചിക്കൻ നാടൻ രീതിയിൽ ഇവിടത്തെ അമ്മച്ചിയുടെ മെതയുടെ ഒരു ഉലർത്തണതാണ് ഇന്ന് ചെയ്യണത്. അമ്മയുടെ അമ്മായിയമ്മയുടെ പാചക രീതിയാണ് ഇന്ന് പരീക്ഷിക്കാൻ പോകുന്നത്. നിന്റെ അപ്പാമ്മ, എന്റെ അമ്മായിയമ്മ, അപ്പയുടെ അമ്മ. ഇപ്പൊ 3 കറക്റ്റ് ആയില്ലേ? എന്നോട് വാക്കുകൊണ്ട് കളിക്കാൻ നീ വരരുത്. ഞാൻ നിന്നെ കവർ ചെയ്യും. ഇന്നാളൊരു വീഡിയോയില് നമ്മൾ അങ്ങനെ പറഞ്ഞപ്പോ ഒരാള് പറഞ്ഞേ അപ്പയുടെ അമ്മ എന്നുള്ളത് ആദ്യം പറയണോന്ന്. അത് ഞങ്ങളില്ലേ എങ്ങനെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ അവരോടുള്ള റെസ്പെക്ട് എപ്പോഴും ഉണ്ട്. പിന്നെ ഞങ്ങൾ ചിലപ്പോ പറയുമ്പോ ആദ്യം അമ്മായിയമ്മേന്നോ അല്ലെങ്കിൽ അപ്പാമ്മേന്നൊക്കെ പറഞ്ഞു പോകും. നിങ്ങൾ പറഞ്ഞത് കറക്റ്റ്. ആദ്യം പറയേണ്ടത് അപ്പയുടെ അമ്മയെന്ന് തന്നെയാണ്. അംഗീകരിച്ചു, ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് അത് കേട്ടോ. പക്ഷെ നമ്മൾ ഈ സാധാരണ സംസാരത്തിനിടയില് അതൊന്നും ചിലപ്പോ അങ്ങനെ ശ്രദ്ധിക്കാൻ നാച്ചുറൽ ആയിട്ട് പറയുമ്പോഴേ അങ്ങനെ അങ്ങ് പറഞ്ഞു പോണതാട്ടോ. നമ്മൾ ഈ ആലോചിച്ച് കണ്ടുപിടിച്ചു പറയുവാണെങ്കിൽ അങ്ങനെയൊക്കെ ഓർത്തിരുന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ ഇങ്ങനെ സാധാരണ രീതിയിൽ പറയുമ്പോ അങ്ങ് പറഞ്ഞു പോകുമ്പോ അങ്ങ് പറഞ്ഞു പോണതാ. അപ്പൊ അത് പറഞ്ഞു നിന്നാ പരിപാടി നടക്കൂല. നാടൻ ഇറച്ചി വൃത്തിയായിട്ട് കഴുകി ഉപ്പ് വരട്ടി വെച്ചിരിക്കുന്നതാ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തീർന്നു, ചതച്ചെടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള എരിവ് മുളക് പൊടി ചൂടാക്കാതെ ചേർക്കണം. കാരണം നാടൻ രീതിയിൽ അതിന്റെ പ്രിപ്പറേഷൻ. അതുകൊണ്ട് ഇപ്പൊ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കോളൂ. ഉലർത്തുമ്പോ ചതച്ച മുളക് പൊടി ചേർത്ത് ഉലർത്താനുള്ളതാ കേട്ടോ. അല്ലേ? സ്വല്പം മഞ്ഞൾപ്പൊടി. ഇതെന്നാന്നോ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കണത്? ഉലർത്തുമല്ലേ. ചാറുകറി ആണെങ്കിൽ കൂടുതൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. ഇതിനിപ്പോ ഒരു സാമ്പിളിനൊരു സ്വല്പേ ചേർക്കോളൂ. കാരണം എന്നാന്ന് വെച്ചാൽ അത് മതി. അതുകൊണ്ടാ. അല്ലേ? ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഉലർത്തുമ്പോ പോരെ, മതി. ഇനി ഇച്ചിരി ഗരം മസാല. ഇതെല്ലാം കൂടെ ഇട്ടേച്ച് കൈകൊണ്ട് തിരുമണതാണ് എനിക്ക് തൃപ്തി. അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തിരുമും കേട്ടോ. കൈ കഴുകിയേച്ച് നല്ല നീറ്റായിട്ട് കൈകൊണ്ട് തിരുമുക. ഗരം മസാല. ഇതിന് ചിക്കൻ മസാല ആഡ് ചെയ്യണില്ല കേട്ടോ. പണ്ടത്തെ കാലത്ത് നാടൻ കോഴിയൊക്കെ വേവിക്കുമ്പോ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള സ്പൈസസ് കുരുമുളക് ഉൾപ്പെടെ ചതച്ചാണ് ചേർത്തോണ്ടിരുന്നത്. അപ്പൊ അതെല്ലാം കൂടെ പൊടിക്ക് കിട്ടുന്നതാണ് ഈ ഗരം മസാല എന്ന് പറഞ്ഞ സംഭവം. നമ്മൾ മേടിക്കുന്നതാണ് ഇത് കിച്ചൺ ട്രഷേഴ്സിന്റെ ഗരം മസാല ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അത് കുറച്ച് ഇതിലേക്ക് ചേർക്കണം. ഇനി ഇത് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അന്നത്തെ കാലത്ത് ചിക്കൻ മസാല ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഈ രീതിയിൽ പൊടിച്ചെടുത്ത പൊടി കൊണ്ട് അവരൊക്കെ ചെയ്യണത്. അപ്പൊ അമ്മച്ചിയുടെ നാടൻ കോഴി ഉലർത്ത അപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എപ്പോഴും പറയും അമ്മച്ചി പണ്ട്. അന്നേരം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോഴി ഉണ്ടായിരുന്ന എല്ലാ വീടുകളിലും അന്നത്തെ കാലത്ത് കോഴി ഉണ്ടല്ലോ. ഉള്ള കോഴി വളർത്തലല്ല കേട്ടോ, ആവശ്യത്തിനുള്ള കോഴി അവനവന് മുട്ടയ്ക്കും ഇതിനുമൊക്കെ വേണ്ടി ഒരു 4-5 കോഴിയെങ്കിലും എപ്പോഴും ഉണ്ടാവും എന്നാ അപ്പ പറയണത്. അപ്പൊ മുട്ട പൊരിച്ചതൊരു ഐറ്റം ആയിരിക്കും സ്കൂളിൽ പോകുമ്പോ പൊതിച്ചോറിലേ കൊടുത്തു വിടാനായിട്ട്. അപ്പൊ ദേ പെരട്ടി വെച്ചിട്ട് നാരങ്ങാനീര് വേണ്ടല്ലോ. വേണ്ട. അന്ന് എങ്ങനെയാണോ ഉണ്ടാക്കിയിരുന്നത് അതേപോലെ തന്നെ. അന്ന് ഉണ്ടാക്കിയിരുന്നത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിവിടെ വന്നതിന് ശേഷം അമ്മച്ചി ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി എടുത്തതാ കേട്ടോ എങ്ങനെയാന്നുള്ളത്. അന്ന് കുക്കറൊന്നും ഇല്ലല്ലോ. ഇല്ല. പക്ഷെ നമ്മളിപ്പോ ഇനിയിപ്പോ അടുപ്പ് കത്തിക്കാൻ പറ്റുമോ? അടുപ്പിലാണോ അന്ന് കത്തിച്ചോണ്ടിരുന്നത്? അതെ, അടുപ്പിലാ കത്തിക്കണേ. ഇനിയിപ്പോ അടുപ്പ് കത്തിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അടുപ്പ് കത്തിക്കാൻ കുഴപ്പമില്ല, ഉണങ്ങി കിടക്കുക. പക്ഷെ അടിയിൽ കരി പിടിക്കണ കലങ്ങളിലൊക്കെ കരി പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം. അത് കാരണം അടുപ്പ് കത്തിക്കൽ ഒട്ടുമില്ല. അതുകൊണ്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കണം. അത് മാത്രമാണ് പണ്ടത്തേന്ന് വ്യത്യാസമുള്ളൂ. പൊടികളെല്ലാം ചേർക്കണ അതാത് രീതിയിൽ തന്നെ, ഉലർത്തണതും അതേ രീതിയിൽ തന്നെ, വേവിക്കണ മെത്തേഡ് മാത്രം വ്യത്യാസമുണ്ട്. ഓക്കെ, ഗ്യാസ് ഓൺ ചെയ്യുക കേട്ടോ. ഗ്യാസ് ഓൺ ചെയ്ത് നമുക്കൊരു 4 വിസിൽ കഴിയുമ്പോൾ ഓഫ് ചെയ്തിടാം. എന്നിട്ട് ആവി പോയി കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. അതിന് വേവേണ്ടതാണിത്. ലുലുവിലെ നാടൻ കോഴിയാണ്. വേവ് ഒരുപാടില്ല ഇതിന്. അപ്പൊ നമുക്ക് വെന്തിട്ടില്ല എങ്കിൽ പിന്നെ കുറച്ചുകൂടെ വേവിക്കാം. അടയ്ക്കുവാണേ. ഇതിലെ വെള്ളം മതിയാവും ഇത് വേവാൻ. വേറെ വെള്ളം ആഡ് ചെയ്യണില്ല കേട്ടോ. അടയ്ക്കുക കേട്ടോ. ഓക്കെ, ഇറച്ചി
വെന്ത പരുവന്തേ തൊട്ടപ്പഴേ കിളുകിളൂന്ന് പോന്നു. അത് 4 വിസിലടിപ്പ് 4 വിസിലെന്ന് ഓർത്തോ. പക്ഷെ അന്നേരം ഗ്രീൻ ടീ ഏതാണ്ട് എടുക്കാനുള്ള തിരക്കിൽ പോയി 5 വിസിലടിച്ചു. അത് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ടോ. ഇതേ പക്ഷെ കുറവൊന്നും ആയില്ല. അല്ല അതല്ല, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. വേവ് പാകാതെ ശരിക്കും 4 വിസിലിൽ വേവ് കൂട്ടോ. രുചിയുണ്ട്, നല്ല രുചിയുണ്ട്. ചൂടാ നന്നായിട്ട് വെന്തു. അതാണ് ചിക്കൻ്റെ ഗുണാട്ടോ, അല്ലാണ്ട് നമ്മുടെ ഇതിൻ്റെ ഗുണമൊന്നുമല്ല. ഇനി നമുക്ക് കുരുമുളക് പൊടി, എരിവ് മുളക് പൊടി, ചതച്ച മുളക് പൊടി ചേർക്കാം. വെളുത്തുള്ളി, ചുമന്നുള്ളി ഇതൊക്കെ ചേർത്ത് ചതച്ചെടുക്കാം. നമുക്ക് കാണിക്കാം എങ്ങനെയൊക്കെയാ ഉലർത്തണമെന്നുള്ള കേട്ടോ. ചിഞ്ചിട്ടി ഒന്ന് കഴുകിക്കൊണ്ട് വരട്ടെ കേട്ടോ. പൊട്ടിത്തെറി ഒഴിവാക്കാനായി അമ്മ മൂടി വെച്ച് മാറി നിൽക്കുക മുഖത്തേക്ക് വയ്ക്കാതിരിക്കാൻ. അതെന്നാന്നറിയാമോ, ചീൻചട്ടിയില് സ്വല്പം നനവുണ്ടായിരുന്നു. കൂടാതെ ഞാൻ മൂടി വെച്ച് അടപ്പിലും നനവുണ്ട്. നമ്മൾ വെള്ളമയം വറ്റട്ടെ. വെള്ളമയം തീർന്നു കഴിയുമ്പോ പൊട്ടിത്തെറി നിന്നോ. നേരം 2 തരം ഉള്ളിയാ കുരുമുളക് ചതച്ചെടുക്കണില്ല, പകരം കുരുമുളക് പൊടി ഇരിപ്പുണ്ട്. ആ പൊടിയായിരുന്നത് ഇതിലേക്ക് വേപ്പില ഓൾറെഡി ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണ. അത് തുറക്കുമ്പോ കാണാം കേട്ടോ. പൊട്ടലും മാറിയിട്ടില്ല. ഇതാണ് എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, കാരണം ഉലർത്തിയെടുക്കുമല്ലേ, അതുകൊണ്ടാട്ടോ ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ചേക്കണം. വെളിച്ചെണ്ണ വേണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പൊടിയൊക്കെ ഇടുമ്പോൾ അത് ശരിക്കും അതിൽ കിടന്നൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട്. ഇറച്ചിയല്ലേ, അപ്പം അത് വെള്ളം വറ്റുകയും ചെയ്തതില്ല, വെള്ളമായി ഒട്ടുമില്ല. അതുകൊണ്ടാണ്. അപ്പോഴും നമുക്ക് ചോദിക്കാം, കിളിയുടെ സൗണ്ട് പണ്ട് അമ്മച്ചി ഉണ്ടാക്കണ പോലത്തെ ഉള്ള ടേസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. കിളി അവിടെ നിന്നാണ് പ്ലാവേന്ന് കുരുമ്പുളിയല്ല, പ്ലാവാണോ തേക്കാണോ? പ്ലാവാന്ന് രാത്രിയിലെല്ലാം കൂടി ഇരിപ്പുണ്ടോ അവിടെ. അതെ അതെ അതെ. സന്ധ്യ ആകുമ്പോ ചേക്ക് കയറും അല്ലേ. ആരും ശല്യപ്പെടുത്താനില്ലല്ലോ, പിന്നെ എന്ത് വേണേലും ആവാലോ. ശരിയാ. കിളികളുടെ വിചാരം വേണമെങ്കിൽ നമ്മളോട് ഇവിടെ ജീവിച്ചോളാം. ശരിയാ. എന്തെല്ലാം പേര്. ആ നീലപ്പൂവുള്ള ആ ചെടിയുടെ പേരല്ല, നീ പണ്ട് കൊമ്പ് കൊണ്ടേ വെച്ച അതില് കൂട് കൂട്ടിയേക്കണ പോലെ ഉണ്ട്, കുരുന്നുള്ളതാ. അപ്പൊ രാവിലെ നടന്നേച്ച് വന്നപ്പോ ഇന്നാൾ പറഞ്ഞു കൊറേ അതിന്ന് പറക്കണുണ്ടെന്നു. അതെ 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 അതെ. കുരുമുളക് ചതച്ച മുളക് പൊടി, ഇടുവാണേ. ചതച്ച മുളക് പൊടി, ഇത് മതിയായിരിക്കും. കുരുമുളക് പൊടി അത് മാത്രമേ ഉള്ളൂ. അത് മതിയാവും. ഇറച്ചി ഇത്രയല്ലേ ഉള്ളൂ. ഇത് മതിയായ കഴിക്കാൻ പാടില്ല. ചേർക്കുവാണേ. കോഴി ഉലർത്ത. ആ കോഴി എന്ന് പറയുന്നത് എന്തെന്നാണ് പറയാം, നാടൻ കോഴി ഉലർത്ത. വേവിച്ചത് മാത്രം കുക്കറിലായി പോയി അല്ലേ, ഗ്യാസിൽ. അമ്മയുടെ ഒക്കെ ചെറുപ്പത്തിലെ കോഴിയുടെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയായിരുന്നു? ഇങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടില് കോഴി എപ്പോഴും ചാറ വെക്കണം. ആണോ? പാല് പിഴിഞ്ഞ് വെക്കണം. ഉലർത്തൊന്നും അവിടെ ഇല്ല. പാല് പിഴിഞ്ഞ് മാത്രമേ വെപ്പുള്ളൂ അവിടെ. മൊപ്പാസാണോ? മൊപ്പാസ്. അതാ എനിക്ക് പാല് പിഴിഞ്ഞ് വെക്കുന്നതിനോട് കമ്പം. പണ്ടത്തെ കാലഘട്ടങ്ങളില് എന്തൊക്കെയായിരുന്നു കോഴിയുടെ പ്രിപ്പറേഷൻസ് എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്തിട്ടോ. അറിയാം, ചിലയിടത്തൊക്കെ ഇവിടെ ഇങ്ങനെ അമ്മച്ചി ഉലർത്തുവാറെന്ന് അപ്പൊ പറയാറുണ്ട്. ഞങ്ങളുടെ അങ്ങോട്ട് ഉലർത്തില്ല, മപ്പാസേ ഉള്ളൂ. കുറച്ച് ഉരുളക്കിഴങ്ങും അങ്ങ് നുറുക്കിയിടും. പിന്നെ ഇതും ചേർത്ത് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ചാറ് ഒഴിച്ച് ഉണ്ണാൻ കൂടുതൽ ആൾക്കാർക്ക് കഴിക്കാം. പിന്നെ തേങ്ങയുണ്ടല്ലോ, തേങ്ങ പാല് പിഴിഞ്ഞെടുക്കാം. അപ്പൊ ചാറ് ഒഴിക്കാം, കൂടുതൽ ആൾക്കാർക്ക് കഴിക്കാം. ആൾക്കാർ കൂടുതലുണ്ടാവും. അപ്പൊ ഇനി കഴിക്കാറാകുമ്പോഴത്തേക്കും കുറച്ചൊക്കെ അതിലേക്കൊക്കെ പിടിച്ചു വരും. അന്നേരം നമുക്കൊന്നുകൂടെ ചൂടാക്കി എടുക്കാം കേട്ടോ. തൽക്കാലം പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇതിലേക്ക് പിടിച്ചു വന്നെ, അത് ഇരുന്ന് പിടിക്കണം. ഓക്കെ. നാടൻ കോഴി ഉലർത്താം അല്ലേ, നാടൻ കോഴി നാടൻ രീതിയിൽ ഉലർത്താം അല്ലേ. ഇനി ഇത് കാണുമ്പോ ചിലര് ചോദിക്കും എന്താണ് ഇതിന് നിറമില്ലാത്തതെന്ന്. അങ്ങനെ ചിലരൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ കയ്യില്. എന്താ അമ്മയ്ക്ക് അതിനകത്ത് പറയാനല്ലേ?
ഇത് വേവിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്ത് നിൽക്കണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല ഇതൊന്നും ചൂടാക്കാതെ ഇറച്ചിയിൽ പെരട്ടി വെച്ച് വേവിച്ചു ഇറച്ചി ഉപ്പിട്ട വേവിച്ചതിന് ശേഷം കുരുമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, ചതച്ച മുളക് പൊടി ഇത്രയും വഴറ്റി ഇത് ഉലർത്തുക ചെയ്തേക്കണത്. അരപ്പ് വഴറ്റിയിട്ടില്ല, മറ്റ് മസാലകളൊന്നും ചേർത്തിട്ടില്ല. ഇവിടുത്തെ അമ്മച്ചിയുടെ നാടൻ രീതിയിലുള്ള ഉലർത്താണ് അതിന് ഈ കളറെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പൊടികളെല്ലാം മൂപ്പിച്ചിട്ട് ഇറച്ചി ചേർക്കുകയാണെങ്കിൽ ഇറച്ചിക്ക് കുറച്ചുകൂടെ നിറം കിട്ടും. ഇത് ഒന്നും മൂപ്പിച്ചിട്ടില്ല, പച്ചനെ ചേർത്തേക്കുക. അല്ലെങ്കിൽ പിരിയമുളക് പൊടി ആണെങ്കിൽ ഇച്ചിരി നിറം കിട്ടും. പിരിയമുളക് പൊടി ഇതിന് ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇതിന് എരിവ് കിട്ടണം. അതെ അതെ, നാടൻ മീൻകറിക്കല്ലേ അത് ചേർക്കണത്, ഇറച്ചിക്കറിക്ക്. പിന്നെ ഗ്രേവി ഉണ്ടാക്കണ കറിക്കാണെങ്കിൽ ഇച്ചിരി ചേർത്ത ഗ്രേവി. അപ്പൊ അതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മസാലകൾ മൂപ്പിച്ചെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കളർ ഉണ്ടാവും, ഡാർക്ക് കളർ. ഇതിപ്പോ മസാലകൾ മൂപ്പിക്കാത്തോണ്ടാണ് ഈ കളർ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ മീൻകറിയുടെ നിറമൊന്നും ഇതിനുണ്ടാവൂല. അതൊരിക്കലും മീൻകറി ചുമന്നിരിക്കും, ഇത് ബ്രൗൺ ആയിട്ടിരിക്കും. പെഞ്ചോറ് എടുത്തോണ്ട് വരട്ടെ. ആയിക്കോട്ടെ. ഇടട്ടെ? ഇട്ടോളൂ. അപ്പൊ പറയും കടിക്കുമ്പോ അപ്പയ്ക്ക് കൂടുതൽ ഇട്ടോ, അപ്പയ്ക്ക് കോഴി ഉലർത്ത് വേണം. അതെ, എപ്പോഴും പറയാറുണ്ട്, പഴയ ഓർമ്മ, നിസ്റ്റാൾജിയ. അതെ, എനിക്ക് ഒരു പീസ് മതി. ഇത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ മേടിച്ചുണ്ടാക്കാം. നല്ല താല്പര്യം ഉണ്ടെങ്കിൽ അത് മതിയാവും. എനിക്ക് അധികം വേണ്ട, ചിക്കൻ കഴിച്ചാ പിന്നെ ഹെവി ആവും, വയറ് ഫുൾ നിറഞ്ഞ പോലെ തോന്നും. പിന്നെ ഇരുന്ന് വറക്കല്ലേ. ഇത് വൈറ്റ് റൈസ് ആണോ നമുക്ക്? അത് എന്നാന്നറിയോ, പുതിയ അരി മേടിച്ചത് 5 കിലോ വൈറ്റാ. ഇത് റേഷൻ കടയിലെ അരിയാട്ടോ. റേഷൻ കടയിലെ ഒരു കാർഡിന് 5 എത്രയാണെന്ന് എനിക്കറിയില്ല, 4 കിലോയാണോ എനിക്കറിയില്ല എത്രയാണ്. അത് മേടിച്ചോണ്ട് വന്നാൽ എനിക്ക് ഇഷ്ടമല്ല വൈറ്റ് റൈസ്, ഒട്ടും ഇഷ്ടമല്ല. പുഴുക്കലരിയാണ്, പക്ഷെ വൈറ്റാ. ഇനി മറ്റു കറി എടുക്കാം കേട്ടോ. ഈ കയ്യിൽ കൊണ്ട് തന്നെ എടുക്കാം നമുക്ക്, അല്ല കയ്യിൽ വേണ്ട. അപ്പയുടെ വെണ്ടത്തോട്ടത്തിലെ ആദ്യമായിട്ട് പറിച്ച വെണ്ടയ്ക്ക കൊണ്ടുള്ള, കാളക്കൊമ്പനല്ല കേട്ടോ, നാടൻ വെണ്ടയ്ക്ക കൊണ്ടുള്ള തോരൻ. മെഴുക്കുവരട്ടിയല്ല, തോരൻ. ഇന്ന് ചാറൊരു പ്രത്യേക ചാറാട്ടോ, തേങ്ങയരിപ്പേറിയല്ല. നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നാ ചാറെന്ന, തട്ടിക്കൂട്ട് ചാറാ. ചിക്കൻ എങ്ങനെയുണ്ട്? അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അമ്മച്ചിയുടെ പോലെ ആയിട്ടുണ്ടോ? അമ്മയുടെ അമ്മായിയമ്മ സ്റ്റൈൽ ഉണ്ടാക്കിയതാ. നല്ല രുചിയുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അവനെ നാടൻ ചിക്കൻ ആയിട്ടാന്ന് തോന്നുന്നു ഇത്ര രുചി വന്നത്. ഫാഷനായിട്ടല്ല, ഞാൻ നോക്കിയപ്പോ വേവിന് മസാല കയറാനും പൊടി തിരിഞ്ഞു വെച്ചല്ലേ നമ്മളെ ശരിയാക്കിയത്. അതെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാ. അന്ന് പിടിക്ക് കറി വെച്ചപ്പോ ഞാൻ ചെറുതായിട്ടാണ് നോക്കിയത്. അടിപൊളിയാ. അതെന്നാ ചുമ്മാ തൈസാലടാ. ഇച്ചിരി കാന്താരിമുളകൊക്കെ അങ്ങ് പൊട്ടിച്ചങ്ങ് ചേർക്കണം ഇതിലേക്ക്. അതും ചേർക്കണം. അതിലേക്ക് ഒരു ഇച്ചിരി ചിക്കൻ, പിന്നെ ഇച്ചിരി വെണ്ടയ്ക്ക എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അങ്ങ് കഴിക്കണം. ആഹാ, ഉച്ചക്ക് ഇതിൽ പേരെ സ്വർഗം വേറെ ഉണ്ടോ? കറികൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും ഉള്ള കറികളൊക്കെ നല്ല കുശാലായിരുന്നു കേട്ടോ. നല്ല നാടൻ ചിക്കൻ ഉലർത്തും, പിന്നെ തൈര് സാലഡും, പാകം പുളിയുള്ള തൈര് സാലഡായിരുന്നു കേട്ടോ. കാന്താരിമുളക് പൊട്ടിച്ചതും കൂടെ ഒരു തോരന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള വെണ്ടയ്ക്ക തോരനും. ആഹാ, ഇനി എന്ത് വേണം?